നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ ചുട്ടുപൊള്ളുകയാണ്. അതായത് 10 മണിക്ക് ശേഷം പുറത്തോട്ട് ഇറങ്ങുവാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ. സംസ്ഥാനത്തെ കനത്ത വേനൽച്ചൂട് തുടരുന്ന ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മലയാള നാടിനെ ചുട്ടുപൊള്ളിച്ചുകൊണ്ട് വേനൽ കനക്കുകയാണ്. ഫെബ്രുവരിയുടെ ഈ പാതിയിൽ തന്നെ സൂര്യതാപം അതിൻ്റെ രൗദ്രഭാവം കാട്ടി തുടങ്ങിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും വർദ്ധിക്കുമെന്ന് സൂചനകൾ നിലനിൽക്കെ കനത്ത ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും നമുക്ക് നൽകുന്നത്. കേരളത്തിൽ ചൂട് ക്രമാതീതമായി ഉയരുന്ന ഈ സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും പകൽ താപനില 34 ഡിഗ്രി മുതൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുവാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കണ്ണൂരിലാണ് ഏറ്റവും ഉയർന്ന താപനിലയായ 37 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചി, കോട്ടയം, കോഴിക്കോട് ജില്ലകളിലും ചൂട് വൻതോതിൽ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. പകൽ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയങ്ങളിൽ അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യം കൂടുതലായതിനാൽ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ ഇവർ നിർദ്ദേശിക്കുന്നത്. ഈ സമയങ്ങളിൽ പുറം ജോലികളിൽ ഏർപ്പെടുന്നവരും യാത്രക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം എന്നിവയ്ക്കെതിരെ കനത്ത ജാഗ്രത പാലിക്കുകയും വേണം. ദാഹം അനുഭവപ്പെട്ടിട്ടില്ല എങ്കിലും ധാരാളം വെള്ളം കുടിക്കുവാനും മദ്യപാനം, കഫീൻ തുടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കുവാനും വിദഗ്ധർ നിർദ്ദേശിക്കുന്നുമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് ശുദ്ധജല ലഭ്യത ഉറപ്പാക്കണമെന്നും ഉച്ചസമയത്തെ കായിക വിനോദങ്ങളും അസംബ്ലികളും ഒഴിവാക്കണമെന്നും കർശനമായ നിർദ്ദേശവുമുണ്ട്. വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കും തണലും വെള്ളവും ഉറപ്പാക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. നിർജ്ജലീകരണം തടയുന്നതിന് വേണ്ടി പഴവർഗ്ഗങ്ങളും സംഭാരവും ശീലമാക്കണമെന്നും അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അഭ്യർത്ഥിക്കുന്നുമുണ്ട്. വരും ദിവസങ്ങളിലും വരണ്ട കാലാവസ്ഥ തുടരാൻ സാധ്യതയുള്ളതിനാൽ കാട്ടുതീ പോലുള്ള അപകടങ്ങൾക്കെതിരെയും നമ്മൾ ജാഗ്രത പാലിക്കണം.